എറണാകുളത്ത് ഇത്തവണ പ്രതീക്ഷിച്ചതുപോലെ ഹൈബ്രിഡൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി എത്തുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നത്? പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളൊരു ദൗത്യമാണ്. അത് കഴിഞ്ഞ തവണ പ്രതീക്ഷിതമായിട്ടായിരുന്നു MLA ആയിട്ടിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞത്. ഇത്തവണ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം പാർലമെന്റിലേക്ക് വീണ്ടും മത്സരിക്കണമെന്നുള്ള സൂചനകളാണ് സംഘടനയുടെ ഭാഗത്ത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു MP എന്നുള്ള രീതിയിൽ എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എത്തിച്ചേരാനും സംഘടനാ വിഷയങ്ങൾ കൃത്യമായി ഇടപെടാനും അതുപോലെ തന്നെ വികസന വിഷയങ്ങളിലും മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലുമെല്ലാം വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യം അടക്കം. അപ്പോൾ അതിൽ പ്രതീക്ഷിച്ച ഒരു സ്ഥാനാർത്ഥിത്വമാണ്. പക്ഷെ അത് ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. CPM സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമാണ്, ഷൈൻ ടീച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എതിരാളിയെ കാണുന്നത്? അല്ല, എതിരാളി ആരാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമേ അല്ല. കാരണം ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു പ്രസ്ഥാനവുമായാണ് നമ്മൾ ഒരു ആശയപരമായ പോരാട്ടമാണല്ലോ നടത്തുന്നത്. കഴിഞ്ഞ തവണ ശ്രീ P. രാജീവായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അതിനു മുമ്പ് അനിൽകുമാർ മേയറായിരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളായിരുന്നു. അപ്പോൾ CPM ചിഹ്നത്തിൽ അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഐഡിയോളജിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനെ വിലയിരുത്തുന്ന, സർക്കാരിനെ ഇത്രയും അധികം പ്രയാസത്തിലാക്കിയ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു മറുപടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് സർക്കാരിനെതിരെ വികാരം പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മുതൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ കർഷകർ നേരിടുന്ന പ്രയാസങ്ങളും മരണവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വികാരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ രാഷ്ട്രീയം പറയും, വികസനം സംസാരിക്കും, തെരഞ്ഞെടുപ്പിലെ MP പെർഫോമൻസ് ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. എറണാകുളത്തിന്റെ മനസ്സറിഞ്ഞൊരു MP കൂടിയാണ്. അപ്പോൾ എറണാകുളത്തെ എന്തായിരിക്കും മുന്നോട്ട് ഇനി വെക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ? എന്നല്ല എങ്കിലും ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് വികസന പദ്ധതികളുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന റെയിൽവേ വികസനം, നാഷണൽ ഹൈവേ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ, അതിൽ മത്സ്യത്തൊഴിലാളികളുടെ കൊച്ചിൻ ഹാർബർ വികസനം അടക്കമുള്ള വിഷയങ്ങൾ തുടങ്ങി വെച്ചു. അതിൻ്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. MP ഫണ്ട് ചെലവഴിക്കുന്നത് കൂടാതെ റീച്ച് ഔട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ മെൻസ്ട്രുവൽ ഹൈജീൻ ഡ്രൈവായ കപ്പ് ഓഫ് ലൈഫ് തുടങ്ങി മെൻ്റൽ ഹെൽത്തിൻ്റെ അവയർനെസ് ക്യാമ്പയിൻ, സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്, അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സ്മാർട്ട് അംഗൻവാടികൾ, ഇതെല്ലാം വികസനത്തിൻ്റെ ആംഗിളിൽ നിന്ന് കൊച്ചി വലിയ കൗതുകത്തോടു കൂടി നോക്കുന്ന പദ്ധതികളാണ്. കാരണം ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു നഗരത്തിന് അനുയോജ്യമായ വികസനം ഈ കാലയളവിൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്നെ പേഴ്സണലി ആസ് എ കാൻഡിഡേറ്റ്, MP എന്നുള്ള എൻ്റെ പെർഫോമൻസ്, ഇതെല്ലാം മെഷർ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. UDF CPM തമ്മിലുള്ളൊരു മത്സരമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എറണാകുളത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഫിഗേഴ്സും നമ്മൾ നോക്കിയാൽ കോൺഗ്രസും CPM UDF LDF തമ്മിലുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. അതിൽ വ്യക്തമായ UDF മുൻതൂക്കമുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി UDF വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തയ്യാറെടുപ്പുകളൊക്കെ അല്ല, ഞങ്ങൾ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ കൊട്ടിഘോഷിച്ചൊന്നും അല്ലെങ്കിൽ പോലും യുവജന വിദ്യാർത്ഥി മഹിളാ സമ്മേളനങ്ങൾ, യൂത്ത് പാർലമെൻറ്റ് നടത്തി, സംഘടനാപരമായ ദൗർബല്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓറിയൻറ്റേഷൻ ക്യാമ്പ് വഴി ഒന്ന് ആശയപരമായി എല്ലാവരെയും സജ്ജരാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നാക്കം നിൽക്കുന്ന ബൂത്തുകളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ UDF എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ആശംസകളും നേരുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൂട് പിടിപ്പിക്കാൻ ഇനി ഹൈബി ഉണ്ടാകും. ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.